ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? മഴയായിട്ട് എല്ലാവരും സേഫാണെന്ന് കരുതണു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഈസി കുക്കറിൽ എങ്ങനെ പെട്ടെന്ന് നെയ്ച്ചോറ് തയ്യാറാക്കുക എന്നാണ്. അതിനായിട്ട് നമ്മൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറുവപ്പട്ട, ഏലക്ക, പട്ട ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വലിയ ഉള്ളി 2 എണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, ഞാനതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വഴണ്ട് വരുമ്പോൾ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ക്യാരറ്റ് വലുതാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നെയ്ച്ചോറിൻ്റെ അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം അത് ഒഴിച്ച് കൊടുത്ത് വെള്ളം തിളച്ചിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കണം. എന്നിട്ട് ഈ റൈസ് കുക്കർക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മൂടി കൊണ്ട് മൂടി വെക്കുക. ഒരു 10 മിനിറ്റോളം മതി കേട്ടോ. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നെയ്ച്ചോറ് കിട്ടും. മേലെ കൂടെ ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വറ്റൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് നെയ്ച്ചോറ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഗ്യാസിന് അധികം ചിലവില്ല. അതേപോലെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാം. വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.